എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല. പേടിച്ചു പോയോ? കുഴപ്പമില്ല. നമുക്ക് തൽക്കാലം നിർത്തിയാലോ? പിന്നെ എപ്പോഴും വിളിക്കാം. എനിക്കും അത് തന്നെ തോന്നുന്നു. നമുക്ക് നിർത്താം. വന്ന സ്ഥിതിക്ക് ഒന്നും ചോദിക്കാണ്ട് എങ്ങനെ പറഞ്ഞുവിടാ? ഇനി എന്ത് ചോദിക്കാനാ? എന്തായാലും ഈ പണ്ടാരം വരും നിങ്ങൾ എല്ലാവരും അറിഞ്ഞില്ലേ? ഇനി ഇതിനെ പറഞ്ഞു വിടാം. വേണ്ട നമുക്ക്. എന്തെങ്കിലും ഒരു കാര്യം ചെയ്യ്. സുഖമാണോന്ന് ചോദിച്ചിട്ട് പെട്ടെന്ന് പൊക്കോളാൻ പറ. അങ്ങനെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഒന്നും ചോദിക്കാൻ പാടില്ലാന്നുണ്ട്. അങ്ങനെ പേഴ്സണൽ ചോദ്യങ്ങൾ ചോദിച്ച് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ ചോദിക്കണ്ടെന്ന് വെച്ചാൽ പോരെ. പക്ഷെ ഒരു തവണ വരുമ്പോ ഒരു പേഴ്സണൽ ചോദ്യം ചോദിക്കാം. ചോദിക്കാം. വീട് എവിടെയാന്ന് ചോദിക്കാം അല്ലേ? വേർ ആർ യു ഫ്രം? എവിടെന്നാ വരുന്നേ? പുറകെ പോവല്ലേ? ആര്യയുടെ മേത്തിൽ വല്ല കയറിയിട്ടുണ്ടെങ്കിലോ? ഞാൻ നിന്റെ അടുത്ത് അപ്പഴേ പറഞ്ഞ ഈ കളി വേണ്ട. ഇനി ഞാൻ എങ്ങനെ റൂമിലോട്ട് പോവും? ഞാൻ എവിടെ പോയി കിടക്കും? ദിവ്യ വാ, കൈവെക്ക്. നമുക്ക് ഈ സ്പിരിറ്റിന് എങ്ങനെയാലും ഗുഡ് ബൈ പറഞ്ഞു വിടാം. വാ ചെല്ലടി പോയി അതിന് ഓട്ടിക്ക്. ഞാനും ഇരി. വാ, കൈവെക്ക്. ഇതെങ്ങനെ നിന്റെ മേത്തേക്ക് കയറുവോ? ഇത് അങ്ങനത്തെ ഒരു പരിപാടിയല്ല. അതുകൊണ്ടാണല്ലോ നമ്മളെല്ലാരും ഓജോ കളിക്കുന്നത്. ഇതിനകത്ത് പ്രേതമൊന്നും നമ്മുടെ മേത്ത് കയറില്ല. പ്രേതം അങ്ങനെ പറഞ്ഞോ? അല്ല, ഞാൻ ചുമ്മാ ചോദിച്ചതാ. ഇത് വന്നു കഴിഞ്ഞത് പോവും ഉറപ്പാണോ? ഇത് വരുന്ന പോലെ തന്നെ പോവുകയും ചെയ്യും. വേണമെങ്കിൽ നമുക്ക് ഇനി വിളിക്കുകയും ചെയ്യാം. ഇത് നമ്മളായിട്ട് കണക്റ്റഡ് ആയിട്ടിരിക്കും. ഇപ്പൊ എന്തായാലും ഇത് വന്നില്ലേടി, പിന്നെ വീണ്ടും എന്തിനാ ഇതിനെ വിളിച്ചു വരുത്തുന്നത്? നിങ്ങൾക്ക് ആർക്കും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഇല്ല, ചോദിക്കണമെന്നുണ്ട്. പക്ഷെ എന്ത് ചോദിക്കുന്ന അറിയാൻ പാടില്ല. എടി ഒന്നുമില്ല ചോദിക്കുന്നതിന് പറഞ്ഞു വിട്ട് മതി കളിച്ചത്. നമുക്കേ ഇപ്പൊ പറഞ്ഞു വിട്ടിട്ട് ചോദ്യം എഴുതി വെച്ചിട്ട് വിളിക്കാം. ശരി, പറഞ്ഞോടാ. ഗുഡ് സ്പിരിറ്റ് പ്ലീസ് ഗോ. ഗുഡ് സ്പിരിറ്റ് പ്ലീസ് ഗോ. ഗുഡ് സ്പിരിറ്റ് പ്ലീസ് ഗോ. ഗുഡ് സ്പിരിറ്റ് പ്ലീസ് ഗോ. അയ്യോ, അത് പോയി. എടി, ഞങ്ങളിനി റൂമിലോട്ട് പൊക്കോട്ടെ. ഞാനും വരുന്നു. ബാ പോവാം. നിങ്ങൾ ചെന്നിട്ട്
അവളുടെ അടുത്ത് കാര്യം എന്താ തിരക്കിയിട്ട് ഞങ്ങളുടെ അടുത്ത് പറയൂ. ചോദിച്ചിട്ട് പറയാം. ചാരു പറഞ്ഞു കളി കാര്യമായി. ശരിക്കും പ്രേതം വന്നില്ലേ? ശരിക്കും പ്രേതം വന്നു. എന്തിനാ ചിരിക്കണേ? ഇപ്പൊ തന്നെ പറയണോ? അകത്ത് എന്നിട്ട് പറഞ്ഞാ പോരെ? ഇപ്പൊ തൽക്കാലം മാഡം കാണുന്നതിന് മുമ്പേ എല്ലാം നമുക്ക് ഇവിടുന്ന് ക്ലിയർ ചെയ്യണം. ഓക്കെ? എടുത്തോ. കുറച്ച് നേരമായി തുടങ്ങിയിട്ട്. എന്റെ ദൈവമേ, ചൂടാണോ? അടങ്ങ്. ഒന്ന് പറഞ്ഞു തോലിക്കൂ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നീ അങ്ങനെ മനസ്സിലാക്കണ്ട. നീ മനസ്സിലാക്കാത്തോണ്ട് കാര്യം കളറായിട്ടങ്ങ് നടന്നു. ഓഹോ, അപ്പൊ എന്നെ ഒഴിവാക്കി കാര്യങ്ങളൊക്കെ നന്നായിട്ട് നടന്നു അല്ലേ? ഞാൻ ചുമ്മാ പൊട്ടി കഥ അറിയാതെ ഇങ്ങനെ ആട്ടം കണ്ട്. ഒന്നൊരു പൊടിക്ക് അടങ്ങ്. ഞാൻ കാര്യം പറയട്ടെ. ആ പറ. ആ എടി, നമ്മൾ 3 പേരും കൂടി അഭിനയിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഭവം പൊളിയും. അതോടെ നിന്നെ അറിയിക്കാണ്, മനഃപൂർവ്വമാണ് ഞങ്ങൾ 2 പേരും കൂടി ഇത് പ്ലേ ആക്കിയത്. അതുകൊണ്ട് എന്താ അത് സക്സസ് ആയി നടക്കുകയും ചെയ്തു. അപ്പൊ ഞാൻ അറിയാൻ അത് സക്സസ് ആവില്ല എന്നല്ലേ? അത് ഉറപ്പല്ലേ, കാരണം ഞങ്ങളെപ്പോലെ അഭിനയിക്കാനുള്ള കഴിവ് നിനക്കില്ല അല്ലേ? ആണല്ലേ? ഇപ്പൊ ശരിക്ക് തരാം. ഞാൻ ഉണ്ടല്ലോ അവള് വേണ്ടതെല്ലാം പോയി പറഞ്ഞു കൊടുക്കും. നീ എന്തൊക്കെ പറയുന്നേ? എന്നാ ഒന്ന് തെളിച്ചു പറയുവോ കാര്യം എന്താന്ന്? എടി, സംഭവം നമ്മൾ ആരെയാണ് ടാർഗറ്റ് ചെയ്തത്. ഇവളെ ടാർഗറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ കംപ്ലീറ്റ് ഇവളെ പറ്റിയുള്ള ഡീറ്റെയിൽസ് എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നോക്കി വന്നപ്പോഴാണ് നമ്മുടെ പവിക്കും ആര്യയ്ക്കും കൂടി ഒരു കോമൺ ഫ്രണ്ട് ഉണ്ടെന്ന് മനസ്സിലായത്. ആ കോമൺ ഫ്രണ്ട് വഴിയാണ് നമ്മൾ അറിഞ്ഞത് അവൾ കൊടുമൺ സ്കൂളിലാണ് പഠിച്ചതെന്നും അവിടെ അർപ്പിത എന്ന് പറഞ്ഞൊരു കുട്ടി മരിച്ചിട്ടുണ്ടെന്നും. ഭയങ്കരികളെ. അപ്പൊ ആ വാച്ച് ബോർഡും ഗ്ലാസ് അനങ്ങിയതൊക്കെയോ? അത് ഞങ്ങളുടെ ഒരു പ്ലേ അല്ലായിരുന്നു. നീ ഞെട്ടി, അവരും ഞെട്ടി. അതായിരുന്നു ഞങ്ങളുടെ ആവശ്യം. കാര്യം സക്സസ്. ശരിക്ക് തന്നെ. ഇനി ഇതുപോലുള്ള പരിപാടി പിടിക്കുമ്പോൾ എന്നെ കൂട്ടിയില്ലെങ്കിലോ ഈ കഥ മുഴുവൻ ഞാൻ അവിടെ പോയി ഒറ്റ കൊടുക്കും. ആ ഷടി ഭയങ്കര അങ്ങനെയൊക്കെ കാണിക്കുവോ? എന്തായാലും നിന്നെ കൂട്ടും. പക്ഷെ നമുക്കിനി ഇടയ്ക്കിടയ്ക്ക് അർപ്പിതേനെ വിളിച്ചു വരുത്തല്ലേ? സാറ്റർഡേയിലേ അത്. അതെ, പണി കൊടുക്കുമ്പോ ഇതുപോലുള്ള പിടിപ്പത് പണി കൊടുക്കണം അല്ലേ? പിന്നല്ല, പേടിച്ച് വരച്ചാണ്ടില്ലേ? ഞാനും പേടിച്ച്. നന്നായി. എന്തായാലും വന്ന് കിടക്കാൻ നോക്കാം, എനിക്ക് രാവിലെ ജോലിക്കുണ്ട്. വാ, അല്ലെ ഞാൻ വണ്ടിയിൽ ഓടിച്ചോണ്ടിരുന്ന് ഉറങ്ങേണ്ടി വരും. അല്ലേലും ഉറങ്ങിക്കൊണ്ട് വണ്ടി ഓടിച്ച് പണിയെടുക്കാനൊന്നും പറ്റൂലല്ലോ. അയ്യോ, അതെ. എന്റെ മുന്നോ ശല്യം. എടി, നിനക്ക് എന്തോന്ന് പറ്റിയത്? എടി എന്താ കാര്യമെന്ന് പറ. ഞങ്ങൾ എത്ര നേരോട് ചോദിക്കുക. എടി, ഇവിടെ എന്തൊന്നും മിണ്ടാത്തത്? അവളെന്റെ ഫ്രണ്ടായിരുന്നു. ആര്? അർപ്പിത. അതെങ്ങനെ? നിനക്കെങ്ങനെ അർപ്പിതയായിട്ട് ബന്ധം? ഞങ്ങൾ ഈ കൊടമൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് കുറെ വർഷം മുന്നേ താമസിച്ചിട്ടുണ്ട്. അവിടെ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ ഏറ്റവും അടുത്ത ഫ്രണ്ടായിരുന്നു അർപ്പിത. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ആ ദിവസം നല്ല മഴയായിരുന്നു. അന്ന് പനിയായിട്ട് ഞാൻ പോയില്ല. സ്കൂൾ വിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് കാല് തന്നെ പുഴയെ വീണ്. പിന്നെ ഞാൻ അവളെ കണ്ടിട്ടില്ല ഇതുവരെ. സാരമില്ല, പോട്ടെ. നമുക്ക് ഒരു വട്ടം കൂടി എന്റെ ഫ്രണ്ടിനെ വിളിക്കാം. ഇപ്പൊ എല്ലാം ദൈവവിദ്യാന്ന് കൂട്ടും. നീ ഇതെന്തോ പറയണത്? ഇനി ഒന്നും കൂടി വിളിക്കാനാ? അതൊന്നും വേണ്ട. നീ എന്തോ പറയുന്നത് ജെനി? നീയാണ് ഇതുപോലെ പണ്ട് പോയെങ്കിൽ നിനക്ക് ആഗ്രഹം ഉണ്ടാവില്ല ഞങ്ങളൊക്കെ വിളിക്കണമെന്നും സംസാരിക്കണമെന്നൊക്കെ? നീ പറഞ്ഞു ഞാൻ മരിച്ചു പോയിരുന്നു കാര്യമുള്ള പറയണത്. എടി, ഇപ്പൊ നമ്മൾ ജീവനോടല്ലേ ഇരിക്കുന്നത്. പിന്നെ സത്യം പോലല്ലോ. ഇപ്പൊ പിന്നെ വെറുതെ എന്തിനാണ് വീണ്ടും അതിനെ വിളിച്ചു വരുത്തുന്നത്? അതിന്റെ ആവശ്യമൊന്നുമില്ല.
നമുക്ക് കിടന്ന് ഉറങ്ങാം. എനിക്ക് പേടിയാവുന്നു. എടി ആര്യ, എന്നാ നമുക്ക് കിടക്കാം. ഞാൻ നടുക്ക് കിടക്കുക. കിടക്കുമ്പോ ലൈറ്റ് അങ്ങ് ഓഫ് ചെയ്തേക്കല്ലേ. എന്താ എന്താ എന്തു പറ്റി ജെനി? എടാ എന്തു പറ്റി? എടി ഞാൻ അവിടെ എന്തോ കണ്ടു. എന്ത്? നിന്റെ ഫ്രണ്ട് അർപ്പിതേനെ. എടാ ഒന്നുമില്ലടാ, നീ കൂളാവും. സ്വപ്നമാണ്. അല്ലടി, ഞാൻ കണ്ടടി. ഞാൻ പോയി തുറക്കാം. വേണ്ട, തുറക്കണ്ട. ഇപ്പൊ തുറക്കാം. ആരാന്നറിയണ്ടേ? എന്താ എന്താ പ്രശ്നം? എന്താ ശബ്ദം കേട്ടെ? ജെനി ഒരാളെ കണ്ടത്. ആരാ? എന്താ എന്താ കാര്യം പറ. എന്താണ്? സ്വപ്നം കണ്ടതാ മാഡം. എന്ത് സ്വപ്നം? ആരെ? ഞാൻ അർപ്പിതനെ കണ്ടു മാഡം. ആരാ അർപ്പിത? ആരാ? എന്തു ചെയ്യടാ? അവൾ അർപ്പിതയെ കണ്ടെന്നു. അത് മാഡം, എൻ്റെ ഏറ്റവും അടുത്ത ഫ്രണ്ടായിരുന്നു അർപ്പിത. അവള് മരിച്ചുപോയി. ഞങ്ങൾ അതിനെപ്പറ്റി കുറച്ചു മുന്നേ സംസാരിച്ചുള്ളൂ. അതായിരിക്കും. എന്റെ പൊന്നു മോളെ, ഉറങ്ങാൻ നേരത്തെ ഇങ്ങനെ പേടിപ്പിക്കുന്ന കാര്യമൊന്നും പറയല്ലേ. പ്രാർത്ഥിച്ചു കിടന്ന് ഉറങ്ങാൻ നോക്ക്. അല്ല, നിങ്ങൾ എന്താ ഇവിടെ? അല്ല മാഡം, സൗണ്ട് കേട്ടിട്ട് എന്താന്ന് ചോദിക്കാൻ വന്നാ ഞങ്ങള്. ഈ പാതിരാത്രിയിലോ? നിങ്ങളുടെ ആവശ്യം ഇപ്പൊ ഇവിടെ ഇല്ല. ചെല്ലി പോയി കിടന്നുറങ്ങ്. എന്നാലും ഒന്നും വേണ്ട, ചെല്ല് പോയി കിടന്നുറങ്ങ്. ഓരോന്നും പറഞ്ഞ് പേടിപ്പിച്ചോളൂ നിങ്ങളും. ചെല്ല് പോ, ചെല്ല് ചെല്ല് മക്കളെ. ജെനി, പേടിക്കരുത് കേട്ടാ. സമാധാനായിട്ട് കിടന്നുറങ്ങ്. ഞാനില്ലേ താഴെ. ചെല്ല്, ഉറങ്ങ നീ. ഇതാരാ ഈ നേരത്തെ മെഴുകുതിരി കത്തിച്ചു വെച്ചിരിക്കുന്നത്? നമ്മള് ചെയ്തത് ഇത്തിരി കടന്ന കൈയായി പോയില്ലേ? എനിക്കും അങ്ങനെ തന്നെ അടി തോന്നുന്നു. അയ്യോ, തോന്നുന്നുണ്ടല്ലേ? എന്തൊക്കെയായിരുന്നു അർപ്പിതേനെ വിളിക്കുന്നു, കൊടുമുൻപറ്റിനെ കൊണ്ട് തിളപ്പിക്കുന്നു. ഇച്ചിരി പേടിക്കട്ടെ, കുറച്ച് കഴിയുമ്പോൾ അങ്ങ് മാറിക്കോളൂ. എടി അതല്ലടി, ആ ജെനീനൊക്കെ കണ്ടിട്ട് എനിക്കെന്തോ വല്ലാണ്ടായിപ്പോയി. അത് മാത്രല്ല, ആര്യയുടെ കാര്യം, അവരത്രയും ക്ലോസ് ഫ്രണ്ട്സ് ആണെന്നൊന്നും നമ്മളറിഞ്ഞില്ലല്ലോ. എനിക്കും അങ്ങനെ തോന്നി. നമ്മൾ ഓജോ ബോർഡ് കളിച്ചോണ്ടിരുന്നപ്പോഴത്തേക്കും ഈ അർപ്പിതയുടെ പേര് കേട്ടപ്പോൾ ഫേസ് ഒന്നും വല്ലാതെ ശ്രദ്ധിച്ചായിരുന്നു. ആണല്ലേ? ചെയ്തപ്പോ ആലോചിച്ചില്ലല്ലോ. ഇനിയിപ്പോ എന്ത് ചെയ്യാനാ പ്ലാൻ? നമുക്ക് അവരോട് പോയി പറഞ്ഞാലോ ഈ നമ്മൾ കളിച്ച ഡ്രാമയാന്നുള്ളത്? പറയാം. ആഹാ, അടിപൊളി, സൂപ്പർ ആയിട്ടുണ്ട്. രണ്ടുകൂടെ ഇതും പറഞ്ഞിട്ട് അങ്ങോട്ട് ചെല്ല്. ഇതിന്റെയൊക്കെ പിന്നിൽ നിങ്ങളാന്ന് പറഞ്ഞല്ലോ. അവളുമാരെല്ലാം കൂടെ നിന്നെ എടുത്തിട്ട് ഉടുക്കും. നമ്മളതിന് കരുതി കൂട്ടി ചെയ്തല്ലോ, ജസ്റ്റ് അവരെ പേടിപ്പിക്കാന്നല്ലേ ഉണ്ടായിരുന്നുള്ളൂ. എനിക്ക് അവളുടെ ആ മാനസിക അവസ്ഥയൊക്കെ കണ്ടിട്ട് എനിക്ക് അതെന്തോ വിഷമമായി പോയി. അതെ, നമുക്ക് അങ്ങനെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് എന്തോരം കേട്ടാവും. അല്ല, നിങ്ങൾ എന്താ ചിന്തിച്ചു വെച്ചിരിക്കണേ? ഇതെല്ലാം അറിഞ്ഞ അവളുമാര് വെറുതെ ഇരിക്കുന്ന? അവളുമാരെന്തേലും ചെയ്യട്ടെ, ഇപ്പൊ അതല്ലല്ലോ ഇവിടുത്തെ വിഷയം. പിന്നെ എന്താ ഇവിടുത്തെ വിഷയം? മനുഷ്യന്റെ സമാധാനം. ഇത് അവളുമാരോട് പോയി പറഞ്ഞു കഴിഞ്ഞുണ്ടല്ലോ, അവളുമാരത് പോയി നേരെ മാഡത്തിനോട് പറഞ്ഞു കൊടുക്കും. ആ മാഡം ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞുണ്ടല്ലോ, നമ്മളെ സ്പോട്ടിൽ പിടിച്ച് പുറത്താക്കും. അതെന്തായാലും അവൾമാര് ചെയ്യത്തില്ലടി. അങ്ങനെയാണെങ്കിൽ ആ മാഡം അവിടെ വന്ന സമയത്ത് അവൾമാർക്ക് പറയാറുന്നല്ലോ. ഓഹോ, അത്രേ ഉള്ളൂ?
നമ്മൾ അറിയാത്ത സാധനമേ നമ്മൾ എടുത്തുനിന്ന് പറഞ്ഞാൽ നമ്മളെ കള്ളികളാക്കിയുള്ളവരാണ് അവളുമാര്. എന്തായാലും നമ്മളൊന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് പോയി കാര്യം പറയാം. വാ. അറിയാത്ത പിള്ള ചൊറിയും പറഞ്ഞോളൂ. അങ്ങനെയാണെങ്കിൽ ഒരുമിച്ചിരുന്ന് അങ്ങ് ചൊറിയാം. നീങ്ങി വന്നേ. ഞാനില്ല, മാറിയെന്നങ്ങ് ചൊറിഞ്ഞാൽ മതി. ആരാ? ഞങ്ങളാ. നിങ്ങളായിരുന്നു? ഞാൻ ഓർത്ത് മാഡായിരിക്കുമെന്ന്. നിങ്ങൾ ഉറങ്ങിയായിരുന്നോ? ഓ, ഇന്നിനി ഉറങ്ങാൻ പറ്റുമെന്ന് തോന്നല്ലോ. ഞങ്ങൾക്കും പറ്റില്ല, അതുകൊണ്ടാണ് നിങ്ങളുടെ അടുത്തേക്ക് വന്നത്. ജെനി ഓക്കെ ആയോടാ? ഇല്ല, അവൾ എന്തോ കൊണ്ട് പേടിച്ചെന്നാ പറയുന്നത്. എന്താ കണ്ടേ? അവൾ അവിടെ ഒരു സ്ത്രീ രൂപം കണ്ടു. അത് തോന്നലായിരിക്കും. ചിലപ്പോൾ എൻ്റെ തോന്നലായിരിക്കും. പക്ഷെ ആ ഭയം അങ്ങോട്ട് വിട്ടുമാറുന്നില്ല. സാരില്ല, വിട്ട് കളയടാ. നിങ്ങളുടെ പേടി മാറ്റാനുള്ള ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാ ഞങ്ങളിപ്പോൾ വന്നത്. അർപ്പിതയും ആര്യയും തമ്മിൽ ഇത്രയും ക്ലോസ് ഫ്രണ്ട്സ് ആയിരുന്നു എന്നുള്ളത് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. അല്ല, ചാരു എന്താ ഉദ്ദേശിക്കണേ? ഈ ഓജോ ബോർഡ് കളിക്കാനും അതുവഴി അർപ്പിത വരാനും എല്ലാം ഞങ്ങൾ പ്രീ പ്ലാൻ ചെയ്ത് നിങ്ങളെ ജസ്റ്റ് പേടിപ്പിക്കാൻ വേണ്ടി ചെയ്തതാ. ജസ്റ്റ് നിങ്ങളെ പേടിപ്പിക്കാന്നുള്ള ലക്ഷ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇത്ര സീരിയസ് ആണ് കാര്യം എന്നൊന്നും ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. അതല്ല, ഞാനും അർപ്പിതയും സുഹൃത്തുക്കളാന്ന് ചാരുവിന് എങ്ങനെ അറിയാം? ആ ഡീറ്റെയിൽസ് മൊത്തം എനിക്കൊരു ഫ്രണ്ട് വഴി കിട്ടിയതാ. അതേത് ഫ്രണ്ട്? ഫ്രണ്ടിന്റെ പേര് പറയാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. എൻ്റെ ഫ്രണ്ടിന് അറിയില്ലായിരുന്നു നിങ്ങൾ രണ്ടുപേരും തമ്മിൽ ഇത്രയും ക്ലോസ് ആണെന്നുള്ള കാര്യം. വേറെ ആരും ഓർത്തിരിക്കാനാ ഞാനും അർപ്പിത തമ്മിലുള്ള ബന്ധം? ആ ഓർമ്മകളൊക്കെ എൻ്റെ അടുത്തല്ലേ ഉള്ളൂ. കറക്റ്റാ. അപ്പൊ നിങ്ങൾ ഈ പറഞ്ഞു വരുന്നത് നിങ്ങൾ ഈ കാണിച്ച മൊത്തം നാടകമായിരുന്നു എന്നാണോ? എടാ ദുഷ്ടകളെ. ആഹാ, അത് ശരി. ഞങ്ങളിപ്പോ വന്ന് പറഞ്ഞത് ഞങ്ങളുടെ മാന്യത. ഞങ്ങൾക്ക് വേണമെങ്കിൽ ഇത് പറയാതിരിക്കായിരുന്നു. നിങ്ങൾ മാഡത്തിനോട് കാര്യം പറയണ കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഭയങ്കര സങ്കടമായി. നിന്നത് എത്രമാത്രം ഇമ്പാക്ട് ചെയ്തിട്ടുണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. പിന്നെ പറയാതിരിക്കാനും തോന്നിയില്ല. അത് നന്നായി. അപ്പം ഇതെല്ലാം ഒരു ഡ്രാമ ചെയ്തപ്പോൾ ഞാൻ കണ്ടൊന്നും സത്യമല്ലേ? പിന്നെ ഇത്ര നേരം എന്തോ പറഞ്ഞോണ്ടിരുന്നേ? ഇപ്പോഴെനിക്കൊന്ന് ആശ്വാസമായത്. ഇനി എനിക്ക് സമാധാനം കിടന്നുറങ്ങാം. ഓ, ഞങ്ങളെന്നാ ചെല്ലട്ടെ? ശരി, ഇതിനുള്ള പണി നിനക്കൊക്കെ പിന്നെ തന്നാണ്. ഓ, കിടന്നുറങ്ങാലല്ലേ? ഇപ്പോൾ ഡോറടിച്ചില്ല. ചെല്ലേ. അയ്യോ, ഇപ്പോഴാ മനുഷ്യനൊന്ന് സമാധാനമായത്. എന്ത് സമാധാനായെന്ന് നീ പറയണേ? അവള് ലാസ്റ്റ് പറഞ്ഞ നീ കേട്ടായിരുന്നോ? ഇതിനുള്ള പണി പിന്നെ തരാന്ന്. അതിപ്പോ ആരായാലും അങ്ങനെയൊക്കെ തന്നെ പറയത്തുള്ളൂ. എന്തായാലും മനുഷ്യന് സമാധാനത്തിൽ കിടന്ന് ഉറങ്ങാല്ല. അതാണ് പോയത്. നല്ല പോയിന്റാ. ഇനി ഇതിന്റെ പേരിൽ എന്തൊക്കെ കോലാഹലം ഉണ്ടാകാൻ പോകുന്ന ദൈവത്തിനറിയാം. എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. ഇപ്പൊ ഒന്ന് കിടക്കുപ്പാ. കിടക്ക്. അയ്യോ